യൂത്ത് കോൺഗ്രസ് തെങ്കര മണ്ഡലം സമ്മേളനത്തിന്റെ സമാപനമായി നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം വി.ടി. ബൽറാം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രവർത്തകർ തെങ്കരയിൽ പ്രകടനം നടത്തി. തുടർന്ന് തെങ്കരയിലെത്തിയ ബൽറാമിന് വൻ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിനിടെ എ.കെ.ജിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് വിവാദത്തെ ചൊല്ലി ബൽറാം വിശദീകരിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ ഭീഷണിയുമായി എത്തിയാൽ പിന്തിരിഞ്ഞോടുന്നവരല്ല കോൺഗ്രസുകാരെന്ന് എം.എൽ.എ. പറഞ്ഞു. ഇങ്ങോട്ട് നിരന്തരം ആക്രമിക്കപ്പെടുമ്പോ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും കൊള്ളരുതാത്തവരാണ്, മോശക്കാരാണ്, മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് അധിക്ഷേപിക്കാൻ CPM-കാർ വളർന്നാൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അവർ അർഹിക്കുന്ന ഭാഷയിൽ 10 പ്രാവശ്യം തിരിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പ്രാവശ്യം തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ചർച്ചയുടെ ഇടയിലെ ഒരു കമന്റിന്റെ മറുപടി കമന്റ് മാത്രമാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഇന്ന് രാവിലെ ആരെങ്കിലും അങ്ങ് ആക്ഷേപിച്ച് കളയാം എന്ന് വിചാരിച്ച് മെനക്കെട്ട് ഇറങ്ങിയതൊന്നല്ല. പക്ഷേ മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞ് തിണ്ണമിടുക്ക് കാണിക്കാൻ വന്നാൽ നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും ഭീഷണിയുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുന്നിടത്തോളം കാലം അവരെ പേടിച്ചുകൊണ്ട്, CPM-നെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞോടാനോ പുറംതിരിഞ്ഞു പോകാനോ നമുക്ക് സാധ്യമല്ല എന്ന് മാത്രമേ വിനയത്തോടുകൂടി ഓർമ്മിക്കുന്നുള്ളൂ. വിവാദങ്ങൾ നിലനിൽക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മളിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷെ CPM-നാണ് ആഗ്രഹം ഇത് അവസാനിക്കരുത്, ഈ വിവാദം ഇങ്ങനെ നിൽക്കണം. കാരണം അവരെ സമ്മേളനങ്ങൾ നടത്തിയാണ്. കേട്ടറിവ് വെച്ച് പഴയ ഇരുമ്പ് മറകളൊക്കെ പൊളിഞ്ഞു വീഴുകയാണ്. പിണറായി വിജയനെയും കൂട്ടരെയും സമ്മേളനങ്ങളിൽ നിർത്തിപ്പൊരിക്കുകയാണ് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ചർച്ചയാവാതിരിക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് ജനശ്രദ്ധ തിരിയാതിരിക്കാൻ, ഈ വിവാദങ്ങളെ പുകമറയാക്കിക്കൊണ്ട് രക്ഷപ്പെടാം എന്നാണ് CPM കരുതുന്നത് എങ്കിൽ അതിന്റെ പൊള്ളത്തരം തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഓഖി ദുരന്തത്തെ സർക്കാർ കൈകാര്യം ചെയ്തു നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തമാണ് സർക്കാരും മുഖ്യമന്ത്രിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഓഖി ദുരന്തത്തെ ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത രീതി വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും, പ്രകൃതി ദുരന്തത്തെക്കാൾ എത്രയോ വലിയൊരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും എന്ന്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത അധ്യക്ഷനായി. CP അലി, ഫിറോസ് ബാബു, PJ പൗലോസ്, അഹമ്മദ് അഷ്റഫ്, VV ഷൗക്കത്ത് അലി, PR സുരേഷ്, നൌഷാദ് ചേലഞ്ചേരി, നൌഫൽ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.